ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് പത്തപ്പിലേക്ക് നമ്മളെ അലിമാഷ വീട്ടിലാണോ. അലിമാഷെ പറ്റി നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഞങ്ങളെ ആരോഗ്യ കൂട്ടായ്മ ഇടവണ്ണ ആരോഗ്യ കൂട്ടായ്മൻ്റെ മെയിൻ കോച്ചാണിത്. അപ്പോൾ ഈ ജേഴ്സി നോക്കി, ഇന്ത്യൻ്റെ ജേഴ്സി. അപ്പോൾ കുറേ ട്രോഫികൾ, സർട്ടിഫിക്കറ്റുകൾ, ഇതൊക്കെ നമുക്കൊന്ന് കാണാണ്ടത്. പക്ഷേ എത്ര വയസ്സുണ്ട് ഇപ്പോൾ? 67 കഴിഞ്ഞ് 68ലേക്ക് ഡിസംബർ 1-ന് 68. ഇപ്പോഴും വേടവണ്ണ ഗ്രൗണ്ടിൽ, സീതാജി ഗ്രൗണ്ടിൽ പുലിയാണ് ആള് അല്ലേ? ദൈവാനുഗ്രഹം കൊണ്ട് ഡെയിലി പ്രാക്ടീസ്. തീർച്ചയായിട്ടും. ഈ ട്രോഫികളൊക്കെ നിങ്ങൾ എന്ന് മുതലാണ് നിങ്ങൾ? ഞാൻ 978 മുതൽ 78 മുതൽ 78, 79, 80, 81, 82 കാലഘട്ടത്തിൽ ജില്ലാ എവർഗ്രീൻ മഞ്ചേരി ജില്ലാ ലീഗിൽ കളിച്ച് ഫുട്ബോളിൻ്റെ. പിന്നെ അതുപോലെ 78 മുതൽ പിന്നെ മെടവണ്ണ ജുവൈനിൽ കളിക്കാൻ സാധിച്ച്, പത്തപ്പിലെ ദോസ്തിയിൽ കളിച്ച്, പത്തപ്പിലെ നവോദയ സ്പോർട്സിൽ കളിക്കാൻ, അങ്ങനെ 20 വർഷം ഫുട്ബോളർ തന്നെയാണ്. 20 വർഷം ഫുട്ബോൾ കഴിഞ്ഞ ശേഷം കാല് പിന്നെ സ്ക്രാച്ച് മുറിഞ്ഞ് ഒരു സുഡാനിയായിട്ട് കളിച്ച കളിയിൽ പിന്നെ പരിക്കായി കാല് മുറിഞ്ഞ്. അങ്ങനെ വന്ന തൊട്ട പിറ്റത്തെ വർഷം തന്നെ റെസ്റ്റ് എടുത്തിട്ട് പിറ്റത്തെ വർഷം തന്നെ ഞാൻ റഫറിങ്ങിലേക്ക് നീങ്ങി. റഫറിങ് ഇപ്പോഴും പോകണ്ടും. റഫറിങ്ങിൻ്റെ കൂടെ തന്നെ ഒരു 5-6 സ്കൂളുകൾക്ക് നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ കോച്ചിങ്, ഒന്നിനും കഴിയാത്ത അവർക്ക് ഫുട്ബോൾ കോച്ചിങ് എടുത്തുകൊണ്ട് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കും. അതോടുകൂടി വ്യത്യസ്ത സ്ഥലങ്ങളിലും വ്യത്യസ്ത സ്കൂളുകളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് എടുത്തു കൊടുക്കലേ. കാരണം നമുക്ക് ദൈവം തന്ന ഈ ആരോഗ്യം അങ്ങനെയെങ്കിലും ആ മാർഗത്തിലെങ്കിലും ഏതെങ്കിലും കുട്ടികൾ വളർന്നു വരെങ്കിൽ അങ്ങനെ എന്ത് വിഷയപ്പെട്ട ഏതൊരു വിഷയപ്പെട്ട വർക്ക് ചെയ്യണം. ഖുർആനിൽ തന്നെ ഒരു പദമുണ്ട്, മൻ ജദ്ദ വജദ, നീ പരിശ്രമിച്ചോ അപ്പോൾ എനിക്ക് വിജയം കണ്ടെത്താൻ. അത് ദുന്യവ്യായ കാര്യത്തിനും ഉഖ്റവിയായ കാര്യത്തിന്. അതിനുശേഷം നമ്മൾ 2000 മുതൽ 2025 വരെ മാസ്റ്റേഴ്സ് വെറ്ററൻ അത്ലറ്റിക് മീറ്റിൽ 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്ററിൽ മത്സരിക്കാൻ അവസരം കിട്ടി. അങ്ങനെ ജയിച്ച്. അപ്പോൾ മാഷേ, ഇപ്രാവശ്യത്തെ നമ്മുടെ മാസ്റ്റേഴ്സ് മീറ്റിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ കോച്ചാണ് ഇപ്പോൾ. അത് സാന്ദർഭികം പറഞ്ഞോളൂ. ഈ കുറി നമ്മൾ കഴിഞ്ഞ വർഷം 4-5 പേര് പങ്കെടുത്തു. ഈ കുറി നമ്മൾ പിന്നെ കുണ്ടോട്ടുകളുടെ റനീസ്, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടിട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ റനീസെ താങ്കൾക്കൊരു ഡിസ്ട്രിക്റ്റിൽ പങ്കെടുക്കാം. അപ്പോൾ അയാൾ പറഞ്ഞു, സർ നിങ്ങളുണ്ടെങ്കിൽ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 1-2 വർക്കൗട്ട് പോലെ കൊടുത്തു. മോനിൽ ഫിറ്റാണ്. അങ്ങനെ അവനെ ഡിസ്ട്രിക്റ്റിലും കവർ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ സ്റ്റേറ്റ് മീറ്റിൽ പങ്കെടുക്കാൻ ഒരു അവസരം ഇവനുണ്ട്. പിന്നെ നസീർ, പിന്നെ ഈ ഇടവണ്ണ, ഇവർ രണ്ടാളും ഇപ്പം 35+ ആണ്. ഇവനെ 38 ആയിട്ടുള്ളൂ. 40+ നസീർ, 2 പേരും കൂടി നമ്മളിതിൽ പങ്കെടുക്കാൻ സാധിച്ചത്. അങ്ങനെ ഒരു ഗോതയിൽ ഇറങ്ങുമ്പോഴാണ് നമ്മളെ മത്സരത്തിൻ്റെ പെർഫോമൻസ്. ഇങ്ങനത്തെ കോച്ചുമാരുണ്ടെങ്കിൽ നമ്മളെവിടെയും മത്സരിക്കാൻ പറ്റും. നമ്മളൊക്കെ എവിടേക്കും തീർച്ചയായിട്ടും ഫസ്റ്റ് പങ്കെടുത്തിട്ട് പിന്നെ ഏത് വിഷയിക്കോട്ടെ പങ്കെടുക്കുക. അനവധി ആൾക്കാർ പരാജയപ്പെടുമ്പോഴാണ് ഒരാൾ വിജയിക്കുന്നത്. തീർച്ചയായിട്ടും അറബിയിലെ പദമുണ്ട്. അനവധി ആൾക്കാർ തോറ്റു എല്ലാവരും ബോർഡ് ജയിക്കൂല. കുറെ ആൾക്കാർ ഇപ്പത്തെ തലമുറ ഉണ്ടല്ലോ, നമ്മളൊപ്പം മത്സരിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? മെയിൻ വിഷയം ഞാൻ മനസ്സിലാക്കുന്നത് ഭക്ഷണ രീതിയാണ്. യാതൊരു സംശയം. പിന്നെ ഇത് എക്സസൈസ് ഇല്ലായ്മ, തീരെ എക്സസൈസ്. ഈ 2 കാര്യങ്ങൾ, ഒന്ന് ഫുഡ്, രണ്ടാമത് എക്സസൈസ് ഇല്ലായ്മ. അതൊരു വിഷയം തന്നെയാണ്. എന്തായിക്കോട്ടെ അതിനൊക്കെ ഒരു കോൺസെൻട്രേഷൻ വേണം, കോൺഫിഡൻസ്. ഞാൻ നമ്മളെ കുട്ടികളോട് പറഞ്ഞു, നമ്മളിപ്പം ഇടവണ്ണ പിന്നെ ആരോഗ്യ കൂട്ടായ്മ, പത്തിരിയാളി നമ്മൾ ക്ലാസ് ഒക്കെ ഉണ്ട്, മഞ്ചേരി നമ്മൾ ക്ലാസ് ഒക്കെ ഉണ്ട്, മലപ്പുറത്ത് നമ്മൾ ക്ലാസ് ഒക്കെ ഉണ്ട്. ഇടവണ്ണ 100-125 ആൾക്കാർ. നമ്മളെ റനീസ് ഭായി ഒക്കെ എനിക്ക് ഒരു മാസം ആവണം. ഓനെന്തിലൊക്കെ ഉണ്ട് ഇത് ബിൽഡിംഗ് ആയിക്കൊണ്ട് ഉഷാറായി വന്നു. ഓരൊക്കെ നമ്മളെ എന്നില്ല ആരോഗ്യ കൂട്ടായ്മയിൽ 68-70 വയസ്സ് വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. ഓരൊക്കെ ഡെയിലി നിരന്തരമുള്ള പ്രാക്ടീസുകളും നിരന്തരമുള്ള അവരുടെ അധ്വാനത്തിൻ്റെ ഫലം ഓലൊക്കെ എല്ലാവരും സാറേ ഇരുന്ന് നമസ്കരിച്ച് എത്ര ആൾക്കാർ നമ്മുടെ ഇന്ത്യകൾ എത്ര ഉണ്ട്. അവരെല്ലാം ഇപ്പം സുജോത് ശരിക്കും പോകണ്ട. ഞാൻ മനസ്സിലാക്കിയതോ, ഒന്ന് ഫിസിക്കലായിട്ടും മറ്റേത് മെന്റലായിട്ടും, മാനസികമായി അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും തമാശ നല്ലൊരു ഹാപ്പി ആയിട്ടാണ് തിരിച്ചു. തീർച്ചയായിട്ടും. അപ്പോൾ പുതിയതായിട്ട് കടന്നു വരാനുള്ള ആൾക്കാർക്കൊക്കെ അലിമാഷ്
എല്ലാവിധ സപ്പോർട്ട് കൊടുക്കും. തീർച്ചയായിട്ടും എല്ലാവരും നമ്മളെ ഈ ആരോഗ്യ കൂട്ടായ്മയിലും അല്ലെങ്കിൽ ഏതെങ്കിലും വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളാൽ കഴിയുന്ന ഈ 67ാമത്തെ വയസ്സിലാണ് ഇന്ത്യൻ ടീമുക്ക് വേണ്ടി ഇന്ത്യനെ പ്രതിനിധീകരിച്ചില്ല ഞാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 2008-ലും 2010-ലും 2013-ലും 2015-ലും 2025-ലും എവിടെയൊക്കെ പോയിട്ടാണ് ചൈനയിലും സിംഗപ്പൂരും മലേഷ്യയിലും തായ്ലൻഡിലും മംഗലാപുരത്തും ഇന്ത്യൻ ടീമിൽ പങ്കെടുക്കാൻ ദൈവാനുഗ്രഹം അവസരം ലഭിച്ചു. ഞാൻ പങ്കെടുക്കുന്ന ഐറ്റംസ് 100, 200, 400 സ്പ്രിൻ്റാണ്. ഇത്രയും നല്ലൊരു അറിവില്ല ആളത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും സ്പോർട്സ്പരമായ എല്ലാവിധ സപ്പോർട്ടുകളും അലിമാശരത്ത് പ്രതീക്ഷിക്കാം. അപ്പോൾ ആർക്കെങ്കിലും കടന്നു വരാം ആരോഗ്യ കൂട്ടായ്മയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എപ്പോഴും സ്വാഗതം ചെയ്യാണ്. തീർച്ചയായിട്ടും. ഹാപ്പി ആയിട്ടിരിക്കുക, ആരോഗ്യമായിട്ടിരിക്കുക.